നമസ്കാരം. ശാസ്ത്രം എത്ര വളർച്ച പ്രാപിച്ചാലും ഇന്നും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് അന്യഗ്രഹ ജീവികളും പറക്കും തെളികളുമൊക്കെ സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളെപ്പോഴും ചിന്തിക്കാറൊക്കെ ഉള്ളത്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്താറുണ്ട് എന്നും പറക്കും തെളികൾ നിരന്തരമായി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ വാർത്തകൾ പുറത്ത് വരുമ്പോഴൊക്കെ തന്നെ അതിന് തൊട്ട് പിന്നാലെ ഇത് ശരിയായിരുന്നില്ല എന്നുള്ള വാർത്തയും പുറത്തു വരും. ഇതിന് ഏതാണ്ട് സമാനമായ രീതിയിലാണ് പെറുവിലെ ഒരു മരുഭൂമിയിൽ 2 അന്യഗ്രഹ ജീവികളുടെ മമ്മികൾ കണ്ടെത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഈ വാർത്തകൾ വളരെ നേരത്തെയാണ് പുറത്തു വന്നത്. 2017 പെറുവിലെ ഒരു മരുഭൂമിയിൽ ഇത്തരത്തിലുള്ള മമ്മികൾ കണ്ടെടുത്തത്. ഇത് അന്യഗ്രഹ ജീവികളുടേതാണ് എന്നാണ് ഇതേക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു സംഘം ഗവേഷകർ വാദിക്കുന്നത്. എന്നാൽ മറുഭാഗമാകട്ടെ അങ്ങനെ അല്ല എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മമ്മികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഇത് അനുഗ്രഹ ജീവികളുടെ മമ്മികൾ തന്നെയാണ് എന്ന് വാദിക്കുന്ന ഗവേഷകർ പറയുന്നത് ഒരു മമ്മിയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഭ്രൂണം കണ്ടെത്തിയെന്നാണ്. ഉണങ്ങിയ നിലയിലായിരുന്നു ഭ്രൂണം കണ്ടെത്തിയത് എന്നാണ് അവർ അവകാശപ്പെട്ടത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും തന്നെ അവർക്കറിയില്ല. CT സ്കാൻ വഴിയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് വ്യക്തമായത് എന്നാണ് അവർ പറയുന്നത്. ഈ മമ്മി മരിക്കുമ്പോൾ 30 ആഴ്ചയിൽ താഴെ പ്രായമുള്ള ഭ്രൂണവും പേരെയാണ് ഈ മമ്മി മരിച്ചത് എന്നാണ് ഈ ഗവേഷകർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതിന് തെളിവായി അവർ ചില കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ മമ്മിയുടെ കൈകൾ കണ്ടെത്തുമ്പോഴൊക്കെ തന്നെ വയറിനെ സംരക്ഷിക്കുന്ന രീതിയിൽ ചുറ്റി വെച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തോ ഒരു അപകടം സംഭവിക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വയറ്റുള്ള കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒരുപക്ഷെ ഈ മമ്മി നടത്തിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. മോൺസെറാത്ത് എന്നാണ് ഈ മമ്മിക്ക് ഇവർ പേരിട്ടിരിക്കുന്നത്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു അന്യഗ്രഹ ജീവിയാണ് എന്നാണ് ഈ ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇവരെ എതിർക്കുന്നവരാകട്ടെ ഇത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് വാദിക്കുന്നത്. അവർ പറയുന്നത് ഇത് ചില മൃഗങ്ങളുടെ അസ്ഥികളും മറ്റും ആധുനിക കാലത്ത് തന്നെ പശയും മറ്റും ചേർത്ത് ഒട്ടിച്ച് ഇതിനെ ഒരു മമ്മിയുടെ രൂപത്തിലാക്കി ആളുകളെ പറ്റിക്കാൻ നോക്കുന്നു എന്നാണ്. മാത്രമല്ല അവർ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ മമ്മികളുടെ കൈകളിലെല്ലാം തന്നെ 3 വിരലുകൾ മാത്രമാണ് ഉള്ളത്. തലയ്ക്ക് അസാമാന്യമായ നീളം കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ശരിയായ അനുഗ്രഹ ജീവി തന്നെയാണോ മമ്മിയാണോ എന്നുള്ള കാര്യത്തിലൊന്നും തങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല എന്നും ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് എന്നുമാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. എന്നാൽ ഇതിനെ അനുകൂലിക്കുന്നവർ ഇപ്പോഴും തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ കൂടുതൽ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ഇതേക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെയും ഇത്തരത്തിലുള്ള പല അവകാശവാദങ്ങളോ ചില രംഗത്തെത്തിയിരുന്നുവെങ്കിലും പിന്നീടൊക്കെ തന്നെ തട്ടിപ്പുകളാണ് എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 കൂട്ടരും അവരവരുടെ നിലപാടുകൾ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഈ പറയുന്ന മമ്മി അത് യാഥാർത്ഥ്യമാണോ മിഥ്യയാണോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ പരിശോധിച്ചവർ നിരന്തരമായി അവകാശപ്പെടുന്നത് ഇത് അനുഗ്രഹ ജീവിയുടെ മമ്മി തന്നെ ആയിരുന്നു എന്നാണ്.